ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് 233/2023 ചോദിച്ച PC ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ജീവിത രസങ്ങൾ എന്ന പേരിൽ ആത്മകഥ എഴുതിയ കലാകാരൻ. ആൻസർ ചേമഞ്ചേരി കുഞ്ഞിരാമൻ നായർ. ജീവിത രസങ്ങൾ, ചേമഞ്ചേരി കുഞ്ഞിരാമൻ നായർ. കേരള സിംഹം എന്ന കൃതിയുടെ കർത്താവാണ് സർദാർ KM പണിക്കർ. ചന്ദ്രയാൻ 2 ദൗത്യത്തിന് നേതൃത്വം നൽകിയ ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടനയുടെ ചെയർമാനാണ് K. ശിവൻ. ഇന്ത്യയിൽ സാമൂഹ്യശാസ്ത്രം എന്ന പഠനശാഖ ആദ്യമായി ആരംഭിച്ചത് ഏത് സർവകലാശാലയിലാണ്? ആൻസർ ബോംബെ യൂണിവേഴ്സിറ്റി. വിവരാവകാശ നിയമത്തിനായി പ്രയത്നിച്ച രാജസ്ഥാനിലെ സംഘടന മസ്ദൂർ കിസാൻ ശക്തി സംഘടന. നീതി ആയോഗിൻ്റെ ആദ്യത്തെ ഉപാധ്യക്ഷൻ അരവിന്ദ് പനഗരിയ. ഇന്ത്യയിലെ ചരക്കു സേവന നികുതി നിലവിൽ വന്നത് 1 ജൂലൈ 2017. 2017 ജൂലൈ 1 GST നിലവിൽ വന്നത്. 2019 ജ്ഞാനപീഠം അവാർഡ് നേടിയ മലയാള സാഹിത്യകാരൻ അക്കിത്തൻ അച്യുതൻ നമ്പൂതിരി. ടോക്കിയോ ഒളിമ്പിക്സിൽ ജാവലിൻ ത്രോ ഇനത്തിൽ സ്വർണം നേടിയ കായിക താരമാണ് നീരജ് ചോപ്ര. സ്കൂൾ വിദ്യാർത്ഥികളിൽ ലഹരി ഉപയോഗം തടയുന്നതിന് സംസ്ഥാന എക്സൈസ് വകുപ്പ് വിമുക്തിയുടെ നേതൃത്വത്തിൽ നടപ്പാക്കിയ പദ്ധതി ഉണർവ്. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ കിഴക്കൻ തീരസമുദ്രവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന എന്ന് പറയുന്ന 3ഉം 4ഉമാണ്. ഡെൽറ്റകൾ കാണപ്പെടുന്നു. സുന്ദരവന പ്രദേശം മുതൽ കന്യാകുമാരി വരെ സ്ഥിതി ചെയ്യുന്നു. അപ്പോൾ കിഴക്കൻ തീരസമുദ്രവുമായി ബന്ധപ്പെട്ട ശരിയായത് ഡെൽറ്റകൾ കാണപ്പെടുന്നു. സുന്ദരവന പ്രദേശം മുതൽ കന്യാകുമാരി വരെ സ്ഥിതി ചെയ്യുന്നു. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് മൗണ്ട് കെറ്റു. ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദിയാണ് ഗോദാവരി. കോട്ടൺ ഓഫ് പോലീസ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നഗരമാണ് മുംബൈ. കേരളത്തിൽ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ സ്ഥിതി ചെയ്യുന്ന ദേശീയ ജലപാത 3. താരാപൂർ ആണവോർജ്ജ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം മഹാരാഷ്ട്ര. പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സിന് ഉദാഹരണം കൽക്കരി. പൊതുമേഖലയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാല ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി. ഇന്ത്യയിലെ ആദ്യമായി പെട്രോളിയം ഖനനം ചെയ്ത പ്രദേശം ദിഗ്ബോയി. ഇന്ത്യയെ ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്ന ഭൂപ്രദേശം ഉപദ്വീപീയ പീഠഭൂമി. താഴെ കൊടുത്തിരിക്കുന്ന സമത്വത്തിനുള്ള അവകാശങ്ങളിൽ ഉൾപ്പെടാത്തത് കുറ്റകൃത്യം ചെയ്തവരെ സംബന്ധിച്ചുള്ള സംരക്ഷണം. ഭരണഘടനയുടെ ഏത് ഭാഗത്തിലാണ് മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? 4A. ഇന്ത്യൻ ദേശീയ പതാകയെ സമാധാനത്തെയും സമത്വത്തെയും പ്രതിനിധീകരിക്കുന്ന നിറമാണ് വെള്ള. 1950 ജാനുവരി 24 ഭരണഘടനാ നിർമ്മാണ സഭ ജനഗണമനയുടെ ഏത് ഭാഷയിലുള്ള പതിപ്പിനാണ് അംഗീകാരം നൽകിയത്? ഹിന്ദി. ഇന്ത്യയുടെ ദേശീയ ഗീതം വന്ദേ മാതരം. ദേശീയ മനുഷ്യാവകാശ നിയമം പാർലമെന്റ് പാസാക്കിയത് 1993. താഴെ കൊടുത്തിരുന്ന വിവരാവകാശ നിയമവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന. മുഖ്യ വിവരാവകാശ കമ്മീഷണറും 10ൽ കുറയാത്ത അംഗങ്ങളും വിവരാവകാശ കമ്മീഷനിലും ഉണ്ടാകും. താഴെ കൊടുത്തിരിക്കുന്നവയിൽ മതേതരത്വം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഇന്ത്യക്ക് ഒരു ഔദ്യോഗിക മതമില്ല. തൊട്ടുകൂടായ്മ നിരോധന നിയമം നിലവിൽ വന്നത് 1955. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഇപ്പോഴത്തെ ചെയർമാൻ അരുൺ കുമാർ മിശ്ര. ഭഗത് സിംഗുമായി ബന്ധമില്ലാത്ത പ്രസ്താവന 1 മാത്രമാണ് ബന്ധമില്ലാത്ത പ്രസ്താവന. അപ്പോൾ 2ഉം 3ഉം ഭഗത് സിംഗുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ്. 1928 ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ എന്ന സംഘടന രൂപീകരിച്ചു. സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലി ബോംബെറിഞ്ഞു. അപ്പോൾ സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലി ബോംബെറിഞ്ഞു. 1928 ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് എന്ന സംഘടന രൂപീകരിച്ചു. ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധമില്ലാത്ത പ്രസ്താവന 2 മാത്രമാണ്. അപ്പോൾ ബന്ധപ്പെട്ട പ്രസ്താവന 1ഉം 3ഉമാണ്. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന അവസാനത്തെ ബഹുജന സമരമാണ് ക്വിറ്റ് ഇന്ത്യ സമരം. ബ്രിട്ടീഷ് സർക്കാർ സ്റ്റാഫോർഡ് ക്രിപ്സിന് കീഴിൽ ഒരു ദൗത്യ സംഘത്തെ ഇന്ത്യയിലേക്ക് അയച്ചു. അപ്പം ബ്രിട്ടീഷ് സർക്കാർ സ്റ്റാഫോർഡ് ക്രിപ്സിൻ്റെ കീഴിൽ ഒരു ദൗത്യ സംഘത്തെ ഇന്ത്യയിലേക്ക് അയച്ചു. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന അവസാനത്തെ ബഹുജന സമരമാണ് ക്വിറ്റ് ഇന്ത്യ സമരം. മൗലാന അബ്ദുൽ കലാം ആസാദിനെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന എന്ന് പറയുന്നത് ആൻസർ 4 മാത്രമാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന. ബാക്കി 3 ശരിയായിട്ടുള്ള. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രി മൗലാന അബ്ദുൽ കലാം ആസാദിൻ്റെ ജന്മദിനം നവംബർ 11 ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നു. ആസാദിൻ്റെ പുസ്തകമാണ് ഇന്ത്യ വിൻസ് ഫ്രീഡം. അടുത്ത ക്വസ്റ്റ്യൻ, സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട പ്രധാന വെല്ലുവിളികളിൽ ഉൾപ്പെടാത്തത് 3 മാത്രമാണ്. അപ്പോൾ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട പ്രധാന വെല്ലുവിളികൾ അഭയാർത്ഥി പ്രവാഹം, വർഗീയ ലഹള, നാട്ടുരാജ്യങ്ങളുടെ സംയോജനം.
ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര കാലത്ത് ദേശീയ വിദ്യാഭ്യാസത്തിൻ്റെയും കലയുടെയും വളർച്ചയ്ക്ക് നിരവധി വിദ്യാലയങ്ങൾ സ്ഥാപിക്കപ്പെട്ടു. ഈ പ്രസ്താവനയുമായി യോജിക്കാത്തവ കണ്ടെത്താനാണ് ചോദിച്ചത്. യോജിക്കാത്തവ രണ്ട് മാത്രമാണ്. 1916 ടി.കെ. കാർവ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചു. രവീന്ദ്രനാഥ ടാഗോർ ബംഗാളിൽ വിശ്വഭാരതി സർവകലാശാല സ്ഥാപിച്ചു. മഹാകവി വള്ളത്തോൾ നാരായണ മേനോൻ തൃശ്ശൂരിൽ കേരള കലാമണ്ഡലം സ്ഥാപിച്ചു. ശരിയായ ജോഡി കണ്ടെത്താൻ ചോദിച്ചിരിക്കുന്നു. 1ഉം 4ഉമാണ്. നേഷൻ എന്ന് പറയുന്നത് ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. കേസരി മറാത്ത ബാലഗംഗാധര തിലകാണ്. അപ്പം നേഷൻ ഗോപാലകൃഷ്ണ ഗോഖല, കേസരി മറാത്ത ബാലഗംഗാധര തിലക്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട ദേശീയ പ്രസ്ഥാനങ്ങൾ ശരിയായ ജോഡി കണ്ടെത്താൻ ചോദിച്ചാൽ 3ഉം 4ഉമാണ്. ഫോർവേഡ് ബ്ലോക്ക് സുഭാഷ് ചന്ദ്രബോസ്, AUTUC എന്ന് പറയുന്നത് AN ജോഷിയും ലാലാ ലജ്പത് റായിയുമാണ്. അപ്പോൾ ശരിയായ ജോഡി ഫോർവേഡ് ബ്ലോക്ക് സുഭാഷ് ചന്ദ്രബോസ്, AITUC എന്ന് പറയുന്നത് MN ജോഷിയും ലാലാ ലജ്പത് റായിയാണ്. ദാദാഭായ് നവറോജിയെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന 4 മാത്രമാണ്. ബാക്കി 3ഉം ശരിയായിട്ടുള്ള. ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിലുണ്ടായ തകർച്ച സംബന്ധിച്ച് ചോർച്ച സിദ്ധാന്തം ആവിഷ്കരിച്ചു. കോൺഗ്രസിന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പേര് നിർദ്ദേശിച്ചു. ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നു. അപ്പോൾ ദാദാഭായ് നവറോജിയുമായി ബന്ധപ്പെട്ട ശരിയായിട്ടുള്ളത് ഏതൊക്കെയാണ്? ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിലുണ്ടായ തകർച്ച സംബന്ധിച്ച് ചോർച്ച സിദ്ധാന്തം ആവിഷ്കരിച്ചു. കോൺഗ്രസിന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പേര് നിർദ്ദേശിച്ചു. ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്ന് അറിയപ്പെട്ടു. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ വിദ്യാഭ്യാസ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത് എന്ന് വെച്ചാൽ 2ഉം 3ഉമാണ്. സെക്കൻഡറി വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ചുള്ള പഠനമാണ് ഡോക്ടർ ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷൻ. 10+2+3 മാതൃകയിൽ വിദ്യാഭ്യാസം നടപ്പിലാക്കുന്ന ഡോക്ടർ DS കോത്താരി കമ്മീഷൻ. അപ്പോൾ സെക്കൻഡറി വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ചുള്ള പഠനം ഡോക്ടർ ലക്ഷ്മണസ്വാമി മുതലിയാർ. 10+2+3 മാതൃകയിൽ വിദ്യാഭ്യാസം നടപ്പിലാക്കൽ ഡോക്ടർ DS കോത്താരി കമ്മീഷൻ. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ശരിയാവ എന്ന് വെച്ചാൽ എല്ലാം ശരിയാണ്. അരുണ ആസിഫ് അലി ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ സജീവ പ്രവർത്തക. മാഡം ഭിഖാജി കാമ അന്താരാഷ്ട്ര വേദി ഇന്ത്യയുടെ ത്രിവർണ്ണ പതാക ആദ്യമായി ഉയർത്തി. പണ്ഡിത രമാബായി ബോംബെയിൽ ശാരദാ സദൻ സ്ഥാപിച്ചു. താഴെ പറയുന്ന വസ്തുക്കളിൽ ശരിയായത് ഏത് എന്ന് ചോദിച്ചാൽ 1ഉം 2ഉം 4ഉമാണ്. 1789 ടിപ്പു സുൽത്താൻ കേരളം ആക്രമിച്ചു. 888 ശങ്കരാചാര്യർ ജനിച്ചു. അതേപോലെ 1341 വെള്ളപ്പൊക്കത്തെ തുടർന്ന് മുൻസിരിസ് തുറമുഖം അപ്രത്യക്ഷമാവുകയും കൊച്ചി തുറമുഖം രൂപം കൊള്ളുകയും ചെയ്തു. അപ്പോൾ 1341 വെള്ളപ്പൊക്കത്തെ തുടർന്ന് മുൻസിരിസ് തുറമുഖം അപ്രത്യക്ഷമാകുകയും കൊച്ചി തുറമുഖം രൂപം കൊള്ളുകയും ചെയ്തു. ശങ്കരാചാര്യ ജനിച്ചത് 788. 1789 ടിപ്പു സുൽത്താൻ കേരളം ആക്രമിച്ചു. കേരളത്തെ സംബന്ധിച്ച പ്രസ്താവന ശരിയല്ലാത്തത് 2 മാത്രമാണ്. ബാക്കി 3ഉം ശരിയായിട്ടുള്ളത്. തീരദേശം ഇല്ലാത്ത ജില്ലകൾ ഇടുക്കിയുണ്ട്, വയനാടുണ്ട്, കോട്ടയമുണ്ട്, പാലക്കാടുണ്ട്, പത്തനംതിട്ടയുണ്ട്. സപ്തഭാഷാ സംഗമഭൂമി എന്നറിയപ്പെടുന്ന ജില്ല കാസർഗോഡ്. കേരളത്തിലെ ഏക കൻ്റോൺമെൻറ്റ് കണ്ണൂരാണ്. കേരളത്തിലെ കായലുകളെ സംബന്ധിച്ച് പ്രസ്താവന ശരിയായത് 2ഉം 3ഉമാണ്. വേമ്പനാട് കായലിലെ പുന്നമടയിൽ പ്രശസ്തമായ നെഹ്റു ട്രോഫി വള്ളംകളി നടത്തുന്നു. നീണ്ടകര അഴിമുഖം അഷ്ടമുടി കായലിനെ അറബിക്കടലുമായി ബന്ധിപ്പിക്കുന്നു. കേരളത്തിലെ നദികളെ സംബന്ധിച്ച പ്രസ്താവന ശരിയല്ലാത്തത് 2 മാത്രമാണ്. അപ്പോൾ ശരിയായിട്ടുള്ളത് 1ഉം 3ഉം. 244 കിലോമീറ്റർ നീളമുള്ള പെരിയാർ ശിവഗിരി മലയിൽ നിന്ന് ഉത്ഭവം. ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ എന്നീ ജില്ലകളിലൂടെ ഒഴുകുന്ന പമ്പ നദി വേമ്പനാട് കായലിൽ